Hello dear children, welcome to Kids Area Online. Kids Area Online 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കേരള സ്റ്റേറ്റ് സിലബസ് ട്യൂഷൻ നൽകുന്നുണ്ട്. സൂമിൽ ലൈവായിട്ടാണ് ക്ലാസ് വരുന്നത്. വൈകുന്നേരങ്ങളിലാണ് ക്ലാസ് വരിക. റെക്കോർഡ് ക്ലാസ്സസും അവൈലബിൾ ആണ്. LKG UKG ക്ലാസ്സുകൾ നൽകുന്നുണ്ട്. സ്പെഷ്യൽ ക്ലാസ്സസ് മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഇവയുടെ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ്സസ് നൽകുന്നുണ്ട്. അപ്പോൾ ഈ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. ഫീ നൽകിയാണ് പഠിക്കാനുള്ളത്. വാട്സ്ആപ്പ് നമ്പർ 9746487799. ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. ക്ലാസ് 1 ഇന്റഗ്രേഷൻ എപ്പിസോഡ് 10 10ാമത്തെ എപ്പിസോഡ് നമ്മൾ ഇന്ന് നോക്കാൻ പോവുകയാണ്. 9 എപ്പിസോഡ്സും കറക്റ്റ് ആയിട്ട് കണ്ടായിരുന്നോ? പഠിച്ചിട്ടുണ്ടായിരുന്നോ? ക്ലിയർ ആണല്ലോ? ക്ലിയർ ആകാത്ത ക്ലാസ് ഉണ്ടെങ്കിൽ ഒരിക്കൽ കൂടി നോക്കുക കേട്ടോ. ഡൗട്ട് വന്നെങ്കിൽ അല്ലെങ്കിൽ മറന്നുപോയെങ്കിൽ ഒരിക്കൽ കൂടി കാണുക. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത എപ്പിസോഡിലേക്ക് പോകാം. എപ്പിസോഡ് 10 10ാമത്തെ എപ്പിസോഡ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇവിടെ നോക്കിയേ, there are 6 for this contest. ഇവിടെ ഒരു മത്സരം നടക്കുന്നുണ്ട്. 6 പേർ മത്സരിക്കുന്നുണ്ട്. See how many beads each threaded. ഓരോ നൂലിലും എത്ര മുത്തുകൾ ഉണ്ടെന്ന് നോക്കുക. Who threaded the most? Most എന്ന് പറഞ്ഞാൽ കൂടുതൽ. കൂടുതൽ മുത്തുകൾ ഇട്ടത് ആരാണ്? Can you say without counting? കൗണ്ടിങ് ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യണം? പറയണം. നോക്കി, ഇവിടെ എല്ലാം ഒരേ കളർ കണ്ടോ? ആദ്യത്തേതെല്ലാം ഒരേ കളറാണ്. അത് എത്രയാണെന്ന് അറിയാവോ? 10 ആണ്. എത്രയാ? 10 ആണ്. നമുക്ക് നോക്കാം 10 ആണോ നോക്കാം. 1 2 3 4 5 6 7 8 9 10. അപ്പോൾ ഇത്രയും 10 ആണ്. ഇത് 10 ആണ്. ഇത് 10 ആണ്. ഇത് ഇത്രയും 10 ആണ്. ഇത് ഇത്രയും 10 ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് ഇത് 10നോട് ബാക്കി നമ്മൾ ആഡ് ചെയ്താൽ മതി. ഹൗ മെനി ബീഡ്സ് ഡിഡ് ഈച്ച് ത്രെഡ്? ഓരോരുത്തർക്കും എത്ര മുത്ത് വീതമാണ് കിട്ടിയത്? നൗ കൗണ്ട് ആൻഡ് റൈറ്റ്. അപ്പോൾ ആദ്യം നിത നോക്കാം. ആദ്യം 10 ആണല്ലേ. 10 കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ബാക്കി കൗണ്ട് ചെയ്താൽ മതി. 10 കഴിഞ്ഞാൽ 11 12 13 14 15 16 17 18. ഇപ്പോൾ ഇവിടെ എന്താ എഴുതാനുള്ളത്? 18 എഴുതുക. എന്താ എഴുതേണ്ടത്? നിത എത്രയാണ്? 18 ആണ്. നിത 18. എത്ര മുത്തുകളാ? 18. 18. സച്ചു, അടുത്ത സച്ചു എത്രയാണ്? ഇതുവരെ 10 ആണെന്ന് നമുക്കറിയാം. 10 കഴിഞ്ഞാൽ 11 12 13. അപ്പോൾ സച്ചു എത്രയാണ്? 13 13. അടുത്ത ദിയ. ദിയ എത്രയാണ്? ഇതുവരെ 10 ആണ്. 10 കഴിഞ്ഞാൽ 11 12 13 14 15. അപ്പോൾ ദിയ എത്രയാ? 15. നെക്സ്റ്റ് ആരാ? ജാസ്. ജാസ് എത്രയാണ്? ഇതുവരെ 15 ആണ്. 10 ആണെങ്കിൽ 11 12 13 14 15 16 17 18 19. അപ്പോൾ ജാസ് എത്ര മുത്താ കോർത്തേ? 19 19. അടുത്ത ആരാണ്? മിജി. മിജി എത്രയാ? 10 കഴിഞ്ഞാൽ 11 12 13 14 15 16 17. മിജി എത്ര മുത്തുകൾ കോർത്തു? 17 17 മുത്തുകൾ. അടുത്ത നിഹാൽ. നിഹാൽ എത്രയാ? 10 കഴിഞ്ഞാൽ 11 12 13 14. അപ്പോൾ നിഹാൽ എത്ര മുത്തുകൾ കോർത്തു? 14. ഇത്രയും മനസ്സിലായല്ലോ? മനസ്സിലായില്ലേ? ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാവോ? റൈറ്റ് ദ നമ്പർ ഓഫ് ബീഡ്സ് ഫ്രം ദ ലാർജസ്റ്റ് ടു ദ സ്മോളസ്റ്റ്. വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതണം. വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതണം. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? കിട്ടിയ നമ്പേഴ്സ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാം? താഴെ താഴെ എഴുതി നോക്കുക. നോക്കിയേ, 1 8 18 1 3 13 1 5 15 1 9 19 1 7 17 1 4 14. ഇപ്പോൾ ഈ ഇടതുവശത്തെല്ലാം ഒരുപോലെയാണ്. ഇനി വലതുവശത്തെ ഏറ്റവും വലിയ നമ്പർ ഏതാണ് നോക്കാം. 8 ആണോ 3 ആണോ 5 ആണോ 9 ആണോ 7 ആണോ 4 ആണോ? ഏറ്റവും വലുത് 8 ആണോ? 8നേക്കാളും വലുതുണ്ടോ? യെസ്, 9 ഉണ്ട്. അപ്പോൾ ഏറ്റവും വലിയ നമ്പർ ഏതാ? 19. 19 എന്താ? ആദ്യം. കാരണം വലുതിൽ നിന്ന് ചെറുതിലേക്കാണ്, ലാർജിൽ നിന്ന് സ്മോളിലേക്ക്. അപ്പൊ ആദ്യം എന്ത് എഴുതണം? 19. ഇപ്പൊ 9 കഴിഞ്ഞാൽ അടുത്ത വലിയ നമ്പർ ഏതാണ്? ഇനിയുള്ളതിൽ വലുത് ഏതാണ്? 8 ആണ്. അപ്പൊ അടുത്ത ഏതാ എഴുതാനുള്ളത്? 18. അടുത്ത എന്താ എഴുതാനുള്ളത്?
18. ഓക്കെ, 18 കഴിഞ്ഞാൽ അടുത്ത വലിയ നമ്പർ ഏതാണ്? 3 ആണോ, 5 ആണോ, 7 ആണോ, 4 ആണോ? 7. അപ്പോൾ അടുത്ത് എന്ത് എഴുതണം? നെക്സ്റ്റ് നമ്പർ ഏതാ? 17. ഓക്കെ, വലുതിൽ നിന്ന് ചെറുതിലേക്കാണേ എഴുതുന്നേ. അപ്പൊ 7 കഴിഞ്ഞാൽ ഇനി ഏതൊക്കെയാ ഉള്ളേ? 3 ഉണ്ട്, 5 ഉണ്ട്, 4 ഉണ്ട്. 3 ആണോ, 5 ആണോ, 4 ആണോ വലുത്? 5. അപ്പോൾ നെക്സ്റ്റ് ഏത് നമ്പർ എഴുതണം? 15. നെക്സ്റ്റ് നമ്പർ 15, വലുതിൽ നിന്ന് ചെറുതിലേക്ക്. ഇനി ഏതാണ് വലുതെന്ന് നോക്കാം. 3 ആണോ, 4 ആണോ? 3ഉം 4ഉം ആണുള്ളത്. ഏതാ വലുത്? 4. നെക്സ്റ്റ് നമ്പർ ഏതായിരിക്കും? 14. ഓക്കെ, ഇനി ഏറ്റവും ചെറിയ നമ്പർ മാത്രമേ ഉള്ളൂ. അതേത് നമ്പറാണ്? 13. 13 എന്ത് ചെയ്യുക? ഇവിടെ എഴുതുക, 13. ഇപ്പോൾ വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതിയത് മനസ്സിലായല്ലോ. റൈറ്റ് ദ നമ്പർ ഓഫ് ബീറ്റ്സ് ഫ്രം ദ ലാർജസ്റ്റ് ടു ദ സ്മോളസ്റ്റ്. വലുതിൽ നിന്ന് ചെറുതിലേക്കാണ് നമ്മൾ എഴുതിയത്. ക്ലിയർ ആണല്ലോ? പഠിച്ചില്ലേ? യെസ്. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള ഒത്തിരി ക്വസ്റ്റ്യൻസ് ടീച്ചർ വീണ്ടും പഠിപ്പിക്കുന്നുണ്ട്. എല്ലാ എപ്പിസോഡ്സും മുടങ്ങാതെ കാണുക. കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ പ്ലേലിസ്റ്റിൽ ക്ലാസ് 1 പ്ലേലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ എപ്പിസോഡ്സും നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുന്നതാണ്. Okay, children. Bye-bye. Thank you.